ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രി വരുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യം ബന്ധപ്പെട്ടവരെയെല്ലാം കൂടുതൽ ഉണർത്താൻ കഴിയുമെന്നുള്ളതാണ്. വീണു കിട്ടിയ ആയുധം പോലെ പിണറായി കയറി കാഞ്ചുവലിക്കേണ്ടതില്ല. അങ്ങനെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയുമല്ല. മുന്നും പിന്നും നോക്കാതെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചതിനു ശേഷമാണ് മുരളീധരൻ പിണറായി വിജയനിട്ട് കൊട്ടുകൊടുത്തത്. സത്യത്തിൽ പ്രതിപക്ഷ നേതാവായതാൽ കൊണ്ട് തന്നെ പഴയതുപോലെ മാധ്യമങ്ങളെ കാണുമ്പോൾ കടക്കുപുറത്തെന്നോ വീട്ടിൽ പോയി ചോദിക്കോ എന്നൊന്നും പിണറായിക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു തോൽവി ഇടതുപക്ഷത്തിനുണ്ടായെങ്കിൽ അതിന് കാരണക്കാരൻ കപ്പിത്താനും കാരണഭൂതരായ പിണറായിയാണെന്ന് കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള സകലരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഒരു വേള പാർട്ടിയിലെ ഉന്നത നേതാവായ തോമസ് ഐസക് പോലും പൊട്ടിത്തെറിച്ച വാർത്തകളൊക്കെ നമ്മൾ കേട്ടതുമാണ്. ഇങ്ങനെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിനിടയിലാണ് പിണറായി തക്കം പാർത്തിരുന്ന് ഭരണപക്ഷമായ UDF-നും കോൺഗ്രസിനും ഇട്ട് കൊട്ടുകൊടുക്കാൻ നോക്കിയത്. പക്ഷേ ഇത്തവണ കൊട്ടിയത് ആരോഗ്യവകുപ്പിൽ പിടിച്ചു മുരളീധരനെ ആയിപ്പോയി. അതോടുകൂടി പിണറായിക്കിട്ട് കണക്കിന് കൊടുക്കുകയാണ് മുരളീധരൻ. നിപ ബാധിച്ചു കോഴിക്കോട് വീണ്ടും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ ആരോഗ്യമന്ത്രി മുരളീധരൻ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നാണ് പിണറായി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് തങ്ങൾ ഭരിക്കുന്ന കാലത്ത് നിപയൊക്കെ പുഷ്പം പോലെ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് നിപയിൽ പിടിച്ച് പിണറായി തൂങ്ങിയത്. പക്ഷേ അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ പോലും ഇന്ന് പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മുരളീധരൻ എന്തെങ്കിലും ആയുധം കിട്ടിയെന്ന് കരുതി വെറുതെ വല്ലതും വിളിച്ചു പറയേണ്ട എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കാണാം. എടുക്കുന്ന സമീപനം തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതൊരു വീണ് കിട്ടിയ ഒരായുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല. പരിശോധന ഫലം വന്നു, എല്ലാം നെഗറ്റീവാണ്. ഇന്നലെ പരിശോധിച്ച ഹയസ്റ്റ് റിസ്കിൽപ്പെട്ട് 3 പേരെ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, അവരുടെ റിസൾട്ട് നെഗറ്റീവാണ്. ഒരു മരുന്ന് മാത്രമാണ് ഈ പറയുന്ന ആൻറ്റി വൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. അത് ചെന്നൈയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മരുന്ന് എക്സ്പയറി ഡേറ്റ് ആയതാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്നതാണ്. ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. വളരെ ശക്തമായിട്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ നിപ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിൻ്റെ മൊത്തം വിഷയങ്ങൾ നോക്കണ്ടേ. ഈ രോഗം ഇന്ന ഭാഗത്ത് മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും പടരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചത്. അതിൻ്റെ ചുമതലയില്ല. അതുകൊണ്ട് ഇത് വ്യാപിച്ചിട്ടില്ല. ഇതുവരെ കിട്ടിയ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ മാത്രമല്ല, ഇന്നിപ്പോൾ ജനപ്രതിനിധികളുടെ യോഗം വിളിക്കാൻ റവന്യൂ മന്ത്രി ഇപ്പോൾ കോഴിക്കോടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ, ഉദ്യോഗസ്ഥന്മാരെ വിളിക്കണം, നിർദ്ദേശം കൊടുക്കണം. അപ്പോൾ ഇതിലൊക്കെ എടുക്കുന്ന സമീപനം തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതൊരു വീണ് കിട്ടിയ ഒരായുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല. പരിശോധന ഫലം വന്നു, എല്ലാം നെഗറ്റീവാണ്. ഇന്നലെ പരിശോധിച്ച ഹയസ്റ്റ് റിസ്കിൽപ്പെട്ട് 3 പേരെ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, അവരുടെ റിസൾട്ട് നെഗറ്റീവാണ്. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററുള്ള രോഗിക്ക് മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഇനി കാര്യമായിട്ടൊന്നും വരാനില്ല. എങ്കിലും സംശയങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒരു കേസും വെറുതെ വിടുന്നില്ല. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രി വരുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യം ബന്ധപ്പെട്ടവരെയെല്ലാം കൂടുതൽ ഉണർത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള ഇടപെടലുകൾക്ക് സഹായകമാകും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഇവിടെ നിപ്പ വീണ്ടും വന്നു എന്നുള്ളതാണ്. ഇതൊരു വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. എല്ലാവരും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് നിപ്പയുടേതായ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ ഇടപെടലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ ആരോഗ്യമേഖലയാകെ സജ്ജമാക്കാനും അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഉണ്ടാകാനും സാധാരണഗതിയിൽ ആരോഗ്യവകുപ്പും സർക്കാരും എടുക്കേണ്ട മുൻകൈയുണ്ട്. നിർഭാഗ്യവശാൽ അത്തരമൊരു മുൻകൈ ഇവിടെ കാണുന്നില്ല. നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ആരോഗ്യമന്ത്രിമാരൊന്നും മെഡിക്കൽ ബിരുദധാരികളല്ല. പക്ഷേ ഏറ്റവും കടുത്ത നിപ്പ ബാധയടക്കമുണ്ടായ ഘട്ടത്തിൽ ഒന്നിലധികം ഘട്ടങ്ങളിലാണ് ഇവിടെ ഇതുണ്ടായിട്ടുള്ളത്. ആ ഘട്ടങ്ങളിലെല്ലാം എങ്ങനെയാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായിരുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്യന്തം ശോചനീയമായൊരു നിലയാണ് ഇപ്പോൾ കാണുന്നത്. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യം ബന്ധപ്പെട്ടവരെയെല്ലാം കൂടുതൽ ഉണർത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള ഇടപെടലുകൾക്ക് സഹായകമാകും. മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇതൊരു ശരിയായ രീതിയായില്ല. ഈ നിപ്പയുടെ ഗൗരവ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതനുസരിച്ചുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതേവരെ ഉണ്ടായില്ല, ഇനിയും ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.